ഹലോ, എല്ലാവരും വിഷു ആഘോഷിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണെന്ന് അറിയാം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വിഷു സ്പെഷ്യൽ ബോട്ടിലാർട്ട് ആയിട്ടാണ്. സാധാരണ വിഷു സ്പെഷ്യൽ ബോട്ടിലാർട്ട് എന്ന് പറയുമ്പോൾ കണ്ടുവരുന്ന ഒരു സ്ഥിരം പാറ്റേൺ ഓഫ് വർക്ക്സ് ഉണ്ട്. ക്ലേ ഉപയോഗിച്ച് കൊന്നപ്പൂ, കൃഷ്ണൻ, വിഷുക്കണി ഇതെല്ലാം ഉണ്ടാക്കി ബോട്ടിലിൽ പ്ലേസ് ചെയ്ത് പെയിന്റ് അപ്ലൈ ചെയ്യും. ഇതൊരു സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഒരു പാറ്റേൺ ആണ്. ഈ പാറ്റേൺ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാൻ ഇന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. ഇന്നത്തെ വർക്കിൽ ഞാൻ ക്ലേ യൂസ് ചെയ്തിട്ടില്ല. അക്രിലിക് പെയിന്റ് മാത്രം ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. ഇന്നത്തെ വർക്ക് ഒരു എക്സ്പെരിമെന്റൽ വർക്കാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് സംശയമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിൽ എഴുതുക. ഇനി ഇഷ്ടമായില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും ഒക്കെ കമൻസിൽ എഴുതാൻ മറക്കരുത്. നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഞാനിവിടെ വരച്ചിരിക്കുന്നത് ഒരു കൃഷ്ണൻ്റെ സ്റ്റെൻസിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വരയ്ക്കാം. ഇനിയിപ്പോൾ വരയ്ക്കാൻ അറിയാത്ത ആളുകളാണെങ്കിൽ പിൻട്രസ്റ്റിലൊക്കെ ഇഷ്ടംപോലെ കൃഷ്ണ സ്റ്റെൻസിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ സ്റ്റെൻസിൽസ് അവൈലബിൾ ആണ്. അത് ട്രേസ് ചെയ്തെടുക്കാം. എങ്ങനെയാണോ നിങ്ങൾക്ക് കൺവീനിയൻറ്റ് അതുപോലെ സ്റ്റെൻസിൽ ഒരു A4 ഷീറ്റിൽ പെൻസിൽ ഉപയോഗിച്ച് വരച്ചെടുക്കുക. ഈ ബോട്ടിലാർട്ടിന് വേണ്ടി ഞാനൊരു പിഗ്മെൻറ്റഡ് വൈൻ ബോട്ടിലാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ട്രാൻസ്പെറൻറ്റ് ബോട്ടിലാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള കളർ ബേസ് കോട്ട് അപ്ലൈ ചെയ്യും. ഞാനിപ്പോൾ ഇവിടെ ബേസ് കോട്ട് അപ്ലൈ ചെയ്യുന്നില്ല. ട്രേസിംഗ് പേപ്പർ അവൈലബിൾ ആയവർ ട്രേസിംഗ് പേപ്പർ ഈ ഡിസൈന് താഴെ വെച്ച് അത് രണ്ടും കൂടി ബോട്ടിലേക്ക് ടേപ്പ് ചെയ്തതിന് ശേഷം ട്രേസ് ചെയ്തെടുക്കുക ഡിസൈൻ. ഇനി അതില്ലാത്തവർക്ക് എന്താ ചെയ്യാന്നുള്ളതാണ് ഞാൻ നെക്സ്റ്റ് കാണിക്കുന്നത്. ട്രേസിംഗ് പേപ്പർ ഇല്ലാത്ത വരയ്ക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയുള്ള ടിപ്പാണിത്. ഒരു പെൻ നൈഫ് എടുത്ത് സ്റ്റെൻസിൽ ഡിസൈൻ കട്ടൗട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ബോട്ടിലേക്ക് ടേപ്പ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന പോലെ ഡിസൈൻ വരച്ചെടുക്കുക. ഇത് വരയ്ക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ബ്രഷ് നമ്പർ 2ഉം വൈറ്റ് അക്രിലിക് പെയിൻറ്റും ആണ്. ട്രേസിംഗ് പേപ്പർ ഉള്ളവർക്ക് അല്ലെങ്കിൽ വരയ്ക്കാൻ അറിയുന്നവർക്ക് ഇത്ര ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല കേട്ടോ, ഡയറക്റ്റായിട്ട് ചെയ്യാം. ഞാൻ ഇത് കാണിക്കുന്നത് ട്രേസിംഗ് പേപ്പർ ഇല്ലാത്ത വരയ്ക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയാണ്. ഒരു ബേസിക് ഔട്ട്ലൈൻ വരച്ചതിന് ശേഷം നമുക്ക് ആ സ്റ്റെൻസിലെ ബാക്കി എലിമെൻറ്റ്സ് ഒക്കെ വരച്ചു കൊടുക്കാം. വൈറ്റിൽ വളരെ കുറച്ച് മാത്രം ലെമൺ യെല്ലോ അപ്ലൈ ചെയ്ത് ഈ കാണിച്ചിരിക്കുന്ന പോലെ ഷെയ്ഡ് ഉണ്ടാക്കുക. നമ്മുടെ ഡിസൈനിൽ ഫില്ല് ചെയ്യേണ്ട എലിമെൻറ്റ്സ് ആണ് ഇപ്പോൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഒരു ഷെയ്ഡ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ കംപ്ലീറ്റ് ഡിസൈൻ ഫില്ല് ചെയ്യുന്നത്. ബ്രഷ് കൊണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ സ്പോഞ്ച് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു പെർഫെക്ഷൻ കിട്ടില്ല. സോ കുറച്ചധികം കോട്ട്സ് 2-3 കോട്ട്സൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. ഫസ്റ്റ് കോട്ട് ഒരുപാട് ബ്രഷ് സ്ട്രോക്സ് ഒക്കെ കാണുന്ന പോലെ ആയിരിക്കും. അത് പ്രശ്നമില്ല, അത് ബേസ് കോട്ടാണ്. ഓരോ കോട്ടും അപ്ലൈ ചെയ്തതിന് ശേഷം അത് ഡ്രൈ ചെയ്യാൻ വെക്കുക. ഡ്രൈ ആയതിനു ശേഷം മാത്രം സെക്കൻഡ് ആൻഡ് തേർഡ് കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എല്ലാ കോട്ടും അപ്ലൈ ചെയ്തതിന് ശേഷം ഉള്ള ഡിസൈനാണിത്. ഇതിൽ നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ കൂടുതൽ ഡിസൈൻസ് ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. ഇനിയും ഡെക്കറേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജൂട്ട് റോൾസ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് വൈൻ ബോട്ടിൽ LED ലൈറ്റ്സ് അവൈലബിൾ ആണ്, അത് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിതൊരു എബ്സ്ട്രാക്ട് ഫിഗറേറ്റീവ് ഡിസൈനായിട്ടാണ് ചെയ്തിട്ടുള്ളത്. വീഡിയോ എല്ലാവരും കണ്ടല്ലോ. വളരെ ഷോർട്ട് ആൻഡ് സിമ്പിൾ ആയിട്ടുള്ളൊരു ബോട്ടിലാർട്ടാണ്. എല്ലാവർക്കും എളുപ്പത്തിൽ അധികം ടൈമൊന്നും എടുക്കാതെ തന്നെ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്ന ബോട്ടിലാർട്ടാണ്. ഇതിൻ്റെ 2 രീതിയിൽ പ്ലേസ് ചെയ്യുന്നതാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് ഫോട്ടോസിൽ. 2 രീതിയിൽ 2 ഡെക്കോർ വെച്ചിട്ട് ഞാൻ ചെയ്ത് നോക്കിയതാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അതുപോലെ തന്നെ മറ്റ് ബോട്ടിലാർട്ട് വീഡിയോസ് നമ്മുടെ ബോട്ടിലാർട്ട് പ്ലേലിസ്റ്റിലുണ്ട്. അപ്പോൾ അതെല്ലാം കാണാൻ മറക്കരുത്. കൂടുതൽ വിശേഷങ്ങളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺഡ്.